ഗോപി 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 വാ വന്ന് ബോട്ടിൽ കയറ്. എന്തിനാ? നിന്നെയും കൂട്ടി ഉടനെ ചെല്ലണമെന്ന് കുറുപ്പദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് എന്നെ കാണേണ്ട കാര്യം? അയ്യോ, അത് അദ്ദേഹത്തോട് ചോദിക്കണം, എനിക്കറിയാൻ പാടില്ല. അയ്യോ, പേടിക്കാനൊന്നുമില്ല. പേടിയോ? എനിക്കോ? എന്നാ വാ, അങ്ങോട്ട് നടക്ക്. സംശയിക്കണ്ട, ഞാനാ അവനെ പറഞ്ഞയച്ചത്. ഞാനാണെന്ന് പറഞ്ഞാ വന്നില്ലെങ്കിലും എന്ന് കരുതിയാ അമ്മാവൻ പറഞ്ഞു എന്ന് പറഞ്ഞത്. അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു ഗ്ലാസ്സിൽ ഒഴിക്കട. ഇത് കഴിക്കണം. ഈ സൽക്കാരത്തിന്റെ അർത്ഥം? അല്പം മദ്യം കഴിക്കുന്നതിന് അർത്ഥവും അനർത്ഥവും നോക്കുന്നത് എന്തിനാ? ശരിയാ, ശത്രുക്കളാണെങ്കിലും മദ്യത്തിന്റെ മുമ്പിൽ അത് വിചാരിക്കാൻ പാടില്ലെന്ന്. ഇനി തരണം. ഇനി വിളിച്ച കാര്യം പറയണം. സ്നേഹപൂർവ്വം ഞാൻ ഒരു കാര്യം പറയാം. ഇനി നീയും വിജയും തമ്മിൽ കാണാൻ പാടില്ല. ആ സ്നേഹപൂർവം എന്ന വാക്ക് പിൻവലിക്കണം. കാരണം അല്പം സ്നേഹപൂർവമാണ് ഞങ്ങൾ തമ്മിൽ കാണാറുള്ളത്. ഗോപി, ബഹളം വയ്ക്കണ്ട. ഇനി സ്നേഹപൂർവം അങ്ങോട്ടൊരു കാര്യം പറയാം. ഞാൻ നിന്നോടുള്ള കടം വീട്ടുകയാണ്. അത് പലിശ അടക്കം വീട്ടും. നിന്റെ ഒരു പകരം വീട്ടൽ. സൂക്ഷിക്കണം, ഇത് നിന്റെ നാടല്ല. നീ എന്ത് ചെയ്യൂടാ റാസ്കൽ? വാക്കുകൾ ഉപയോഗിക്കുന്നത് ആലോചിച്ചു വേണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്താ ശശി ഇതൊക്കെ? ഒന്നും അറിയാത്തതുപോലെ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് തന്നെ അവമാനിക്കാൻ ശ്രമിക്കുകയാണോ? ഒന്ന് മനസ്സിലാവുന്ന വിധത്തിൽ പറയൂ. ഇനി ഒരു നിമിഷം അവളോട് നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല. വേഗം പുറപ്പെട്ടോളാൻ പറയൂ. എവിടെ അവൾ? ഞാനിവിടെയുണ്ട്. എന്ത് വേണം? എടി, വേഗം പുറപ്പെട. എങ്ങോട്ടാണ്? നിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് തന്നെ. ഞാൻ വരുന്നില്ല. നീ വരില്ലേ? നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത്. വടി, എടി വരാൻ. ശശി, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്ത് എനിക്കല്ല, ഇവക്ക. ആ കൊള്ളരുതാത്തവന്റെ കൂടെ തെണ്ടി നടന്ന് നമ്മളെ മുഴുവൻ അവമാനിക്കുന്നവക്ക്. കൊള്ളരുതാത്തവനോ? അമ്മാവാ, ഗോപിച്ചേട്ടനെ കൊള്ളരുതാത്തവനാക്കിയത് ആരാണെന്ന് ഇയാളോട് ചോദിക്കണം. ആരാടി? നിങ്ങൾ നിങ്ങളുടെ സഹോദരിയും ചേർന്നല്ലേ അദ്ദേഹത്തെ ഇങ്ങനെ ആക്കിയത്? ഇയാളുടെ സഹോദരി രാഗിണി ഗോപിച്ചേട്ടനെ വഞ്ചിച്ചപ്പോൾ അതിന് കൂട്ടുനിന്ന മനുഷ്യനാണ്. വിജയ്, ചേട്ടൻ ഇനി അധികം എന്നോട് സംസാരിക്കണമെന്നില്ല. ഞാൻ തുറന്നു പറഞ്ഞേക്കാം. എന്തുകൊണ്ടോ
ഒരിക്കലും ചേട്ടനെ ഇഷ്ടപ്പെടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ എന്റെ ജീവിതം കാണുന്നത് നിങ്ങൾ കൊള്ളരുതാത്തവനെന്ന് വിളിച്ച് ഗോപിച്ചേട്ടനിലാണ്. ദേവു, നീ അപ്പുറത്ത് പോ. എനിക്ക് ഇവളോട് അല്പം സംസാരിക്കാനുണ്ട്. പോകാനാ പറഞ്ഞത്. ഞാൻ പറയുന്ന അനുസരിച്ചാൽ നിനക്ക് നല്ലത്, നിന്റെ ഗോപിക്ക് നല്ലത്, എനിക്കും നല്ലത്, എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ ചേട്ടൻ മദ്യപിച്ചിട്ടുണ്ട്. ഉണ്ടടി, നീ കാരണം ഞാൻ മദ്യപിച്ചത്. ഇറങ്ങി പോകുന്നുണ്ട് ഇവിടുന്ന്. ഞാൻ പുറത്തു പോകണം അല്ലേ? എടീ, നിന്റെ ആദ്യത്തെ കാമുകൻ ആക്സിഡന്റ് മരിച്ചു പോലും നീ മറന്നിട്ടില്ലല്ലോ. അതെന്റെ വിധിയാണ്. വിധി? ആ വിധി നിന്റെ പുതിയ കാമുകൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായില്ല. ആ പാവത്തിനെ വെറുതെ വിട്ടേക്കാൻ. എന്ന് വെച്ചാൽ നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നിന്റെ ഗോപി അന്ന് ആക്സിഡന്റ് മരിച്ചത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? ഇല്ല, നിനക്കറിയില്ല. ഞാൻ പറയാം, കേട്ടോളൂ. നിക്കണം. എങ്ങോട്ടാ ഒരു യാത്ര? അല്പം ദൂരയാത്രയാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ല, വേറൊരാൾ കൂടെ ഉണ്ട്. എവിടെ? എത്തേണ്ടടുത്തെത്തും. എന്താ കാര്യം? അല്ല, അവളെയും കൂട്ടി ഇങ്ങനെ ഒളിച്ചോടുന്ന അപകടമാണെന്ന് പറയാനാ തന്നെയും കഥ ഞാൻ ഇവിടെ നിന്നത്. അതിന് സാറ് ബുദ്ധിമുട്ടണമെന്നില്ല. ആപത്ത് വരാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ആരാണെന്ന് അറിയാമോ? എനിക്കറിയേണ്ട കാര്യമില്ല. എന്നാൽ എനിക്ക് അറിയിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ വിജയ വിവാഹം കഴിക്കാൻ പോകുന്നവനാ. നിനക്ക് ജീവനോടിരിക്കണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവളെ ഉപേക്ഷിച്ച് സ്ഥലം വിടുന്ന നല്ലത്. എന്ത് തീരുമാനിച്ചോ? ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാണ്. ചോദിക്കാം. ദേവു, ദേവു എനിക്ക് വേണ്ടി ഗോപിച്ചേട്ടനെ കാണണ്ട, സംസാരിക്കണ്ട, ചേച്ചി ഒന്നും പറയണ്ട. ഗോപിച്ചേട്ടനോട് 2 വാക്ക് ചോദിക്കാതെ എനിക്ക് ഉറക്കം വരില്ല. ദേവു.